കേരളത്തിന്റെ വക്കീൽ പറയേണ്ടത് മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരിക്കാനാണ് പല സന്ദർഭങ്ങളിലും, ഇങ്ങനെ മിണ്ടാതിരിക്കാനാണ്. വേറൊരു സന്ദർഭം സുപ്രീം കോടതി ചോദിച്ചു, ഒരു പഴയ ഡാമിന് പകരം പുതിയ ഡാം പണിതുകൂടെ, നിങ്ങൾ ഇതിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണോ, നിങ്ങൾ എന്താണ് സന്ദർഭത്തിൽ ഉയർത്താത്തത്? ഇത് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ജഡ്ജ് എന്റെ കേസിൽ ചോദിച്ചതാണ്. അപ്പോഴും ഈ വക്കീൽ മിണ്ടിയിട്ടില്ല. അപ്പൊ മിണ്ടാതിരിക്കാനാണ് ഈ വക്കീലിന് 8 കോടി രൂപ നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കുന്നത്. വയനാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ആ ഒരു ഭീകരത എത്രമാത്രം എന്നുള്ളത് നമ്മൾ അവിടെ പോയി കാണുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മീഡിയയിലൊന്നും കാണുന്നതല്ല യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ഇതിലും വലിയൊരു ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരാനുണ്ട്. പലപ്പോഴും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകളാണ് ഈ ഒരു കേരളം ഇനി അനുഭവിക്കാൻ പോകുന്ന വലിയ ഭീകരതയെക്കുറിച്ച് പറയാതിരിക്കുന്നത്. പറയുന്നത് മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആ ഒരു വളവ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സുർക്കി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. സുർക്കി മിശ്രിതം സിമൻറ്റിന് പകരം, എന്നാലോ സിമൻറ്റിൻ്റെ ഒരു 10% പോലും ശക്തി നൽകാത്ത ഒരു മിശ്രിതമാണ് സുർക്കി മിശ്രിതം. ഈ ഒരു മുല്ലപ്പെരിയാർ എത്ര സമയം നിലനിൽക്കും എന്നുള്ള സമയത്ത് അന്ന് ഇത് നിർമ്മിച്ച ഇംഗ്ലീഷ് എൻജിനീയർ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇത് നിർമ്മിച്ചത്. അന്ന് 50 വർഷം ഇതിന് സമയം പറഞ്ഞതിന് ഇന്ന് 100-ലധികം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സത്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഇത് മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ തന്നെയാണ് ഇതിനെ ഏറ്റവും അത് ഒരിക്കലും പേടിപ്പെടുത്തേണ്ട രംഗമില്ല. ഇനി മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അത് നേരെ പോയി പതിക്കുന്നത് അത് ഇടുക്കി ഡാമിലാണ്. ആ ഒരു സമയത്ത് ഒന്നും സംഭവിക്കില്ല. നമ്മളെ എപ്പോഴും അതൊരു വളരെ സിംപ്ലിഫൈഡായിട്ടാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വയനാട് സംഭവിച്ച ഈ ഒരു വിഷയത്തിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും സ്ലോ നിറഞ്ഞ, ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് ഇതിനെ കണ്ടതുകൊണ്ടും ദിവസങ്ങളോളം പല മീഡിയകളും പല പ്രമുഖ ചാനലുകളും ഈ ഒരു അപകടം, ഈ ഒരു ലാൻഡ് സ്ലൈഡ് രാത്രി 12:30 നടക്കുന്നതിന് മുന്നേ ദിവസങ്ങളോളം, ആഴ്ചകളോളം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇതിന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ശക്തമായ ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇത്രയും വലിയ മരണം രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. ഇനിയും പല ആളുകളും, എത്ര ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന സമയത്ത് ഒരുപാട് ജില്ലകൾ അതിൻ്റെ താഴെയിൽ പോകും. അതുമാത്രമല്ല, വലിയ വലിയ വിപത്തുകളാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന സമയത്ത് ഈ വെള്ളം മുഴുവൻ അറബിക്കടലിൽ പോയി പതിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വെള്ളം ഒരു സുനാമി പോലെ തിരിച്ചു വരും. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് അത് ഇടുക്കി ഡാമിൽ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ആളുകൾ മരണപ്പെടും എന്നാണ് കണക്കുകൾ പറയുന്നത്. അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും ഇതിൻ്റെ ഭീകരതയും സത്യസന്ധമായ അവസ്ഥയും പുറത്ത് പറയുക എന്നുള്ളത് സത്യസന്ധമായ ഒരു അവസ്ഥയാണ്. നമ്മളെ കേരളത്തിൻ്റെ ഗതി വെച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ഏറ്റവും നമ്മൾ മുൻപ് കണ്ട പ്രളയമോ മഹാമാരിയോ അതല്ലെങ്കിൽ നമ്മൾ ഈ അവസാനമായിട്ടുണ്ടായ ലാൻഡ് സ്ലൈഡോ ഇതൊന്നും ആയിരിക്കില്ല കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ അവസാനം എന്ന് തന്നെ പറയാവുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മുല്ലപ്പെരിയാർ ഡാമും യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1600ഓളം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന, ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നും അതും സംബന്ധിച്ച് ഒരുപാട് ഗാർഗിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, കസ്തൂരിമാൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഗവൺമെൻറ് ഇതിനെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ
ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലം അതും ഈ ഒരു പശ്ചിമ ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ആ ഗാർഗിൽ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞു വളരെ പെർഫെക്റ്റ് സത്യസന്ധമായിരുന്നെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ആ നദി ദിശ മാറി ഒഴുകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും വളരെ ഭീകരം തന്നെയാണ് എന്ന് നമ്മൾ തുറന്ന് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും ഗവൺമെൻറ്റുകൾ ഇത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ആര് ഭരിച്ചു കഴിഞ്ഞാലും നമ്മളെ രാജ്യത്ത് വരാൻ പോകുന്ന ഭീകരമായ ഒരു അവസ്ഥ അത് ജനങ്ങൾ അതിനെ ബോധ്യപ്പെടുത്തുകയും അതിനു വേണ്ടിയുള്ള പണിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗവൺമെൻറ് അതിനെ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് കാണിച്ചിട്ട് ജനങ്ങളിൽ അതൊന്നുമല്ല, നിങ്ങൾ പേടിക്കേണ്ട ഭീകരമായ അവസ്ഥകൾ ഗവൺമെൻറ് ജനങ്ങളോട് തുറന്ന് പറയാത്തിടത്തോളം കാലം ഇതുപോലത്തെ അവസ്ഥകളിൽ ഒന്നും അറിയാത്ത ഒരുപാട് പാവപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കെന്ത് നഷ്ടം അല്ലേ? ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കോ എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവർ ലോകത്ത് ഏറ്റവും വലിയ ടെക്നോളജിയും സംവിധാനങ്ങളും അവർ രക്ഷപ്പെട്ടു പോകും എന്നല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു വലിയ വ്യക്തിയോ ഇത്തരം ഭൂകമ്പങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിലോ ഒക്കെ മരണപ്പെട്ടു പോയതായിട്ട് വളരെ റയറായിരിക്കും. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അത് സംഭവിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ജനങ്ങളിലെ സുരക്ഷിതത്തിലൊക്കെ ഉപരി അവരുടെ സുരക്ഷിതത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ഗവൺമെൻറ്റൊക്കെ കടന്നു പോകുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ഇനിയും നമ്മൾ ചർച്ചയാക്കിയിട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണം നമ്മൾ കാണേണ്ടി വരും. കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ തന്നെയായിരിക്കും മുല്ലപ്പെരിയാറിൻ്റെ അധപ്പതനം. മുല്ലപ്പെരിയാറിൽ കേരളം ഉയർത്തുന്ന ആശങ്കകൾ ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്ന നിർണായകമായൊരു പുനഃപരിശോധനയ്ക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 1886 ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ നിലവിലെ സാധുതയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. തമിഴ്നാടും അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് ആ കരാർ ഉണ്ടാക്കിയത്. ആ കരാറിന് സ്വാതന്ത്ര്യാനന്തരം നിലനിൽപ്പുണ്ടോ എന്ന കാര്യമാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുക. 2014 ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ ഈ കരാറിന് സാധുതയുണ്ട് എന്നതാണ് വിധിച്ചിരുന്നത്. അത് തമിഴ്നാടിന് പൂർണ്ണമായും അനുകൂലമായൊരു വിധി പ്രസ്താവമായിരുന്നു. അക്കാര്യത്തിൽ ഉൾപ്പെടെ ആണ് ഇപ്പോൾ പുനഃപരിശോധന ഉണ്ടാകുന്നത്. അത് കേരളത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാർ പാർക്കിംഗ് കേസുമായി ബന്ധപ്പെട്ട ആ വാദത്തിന്റെ ഭാഗമായാണ് ഈ കരാറിൽ തന്നെ ഒരു പുനഃപരിശോധന നടത്തുന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയത്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ തമിഴ്നാട് എതിർപ്പുന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവിലാണ് ഈ പാട്ടക്കരാർ തന്നെ പരിശോധിക്കും എന്നത് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അനൂപ് പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം തമിഴ്നാട് കൊണ്ടുപോകുമ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാലപ്പഴക്കത്താൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാകുന്ന അപായ സാധ്യത, അതായിരുന്നു കേരളത്തിന്റെ വലിയ ആശങ്ക. അത് കേരളം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ളതാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ വീണ്ടും വാദിക്കാനുള്ളൊരു അവസരം കൂടിയാണ് കേരളത്തിന് മുന്നിൽ വരുന്നത്. എന്തായാലും നിർണായകമായൊരു പരിശോധനയ്ക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ. പിന്നീട് പാട്ടക്കരാറിനെ കുറിച്ച് റസൽസ് ജോയ് തന്നെ പറയുന്നുണ്ട്. കാരണം ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ സംസാരിച്ചുകൊണ്ട് ധീരെ ശബ്ദമൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് റസൽസ് ജോയ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് കുറച്ച്, അതൊന്നും നമ്മൾ തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹം ഒരുപാട് കാലം ഈ കരാറിലേക്ക് വരാനായിട്ട് ശ്രമിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു ഇത് ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു കരാറാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു നദി അത് പ്രപഞ്ചത്തിൻ്റേതാണ്. ആ നദി ഉത്ഭവിക്കണം, ഒഴുകണം, കടലിൽ പതിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിശ്ചയമാണ്. അപ്പോൾ കടലിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഈ ശുദ്ധജലം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് മഹാരാജാവ് പറഞ്ഞത്, ഭീഷണിപ്പെടുത്തി ഒപ്പിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മഹാരാജാവ് പറഞ്ഞത് ഇത് എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന്. അപ്പം ആ മഹാരാജാവ് കാലം ചെയ്തതിന് ശേഷം 1947 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചം തിരുവിതാംകൂറിലേക്ക് അടിച്ചപ്പോൾ തന്നെ 1947 തന്നെ
ഒരു റോയൽ പ്രൊക്ലമേഷൻ, ഒരു രാജശാസനം, രാജവിളംബരം വഴി ഈ കരാർ റദ്ദ് ചെയ്തു. ഇനിയുണ്ട്. 1947 തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. അതിൽ ബ്രിട്ടീഷുകാർ വളരെ നല്ലൊരു വ്യവസ്ഥ വെച്ചു. കാരണം എന്ന് വെച്ചാൽ അവരിവിടുന്ന് പോയതിന് ശേഷം നാട്ടുരാജ്യങ്ങളുമായിട്ട് ജനങ്ങളോ രാജാക്കന്മാരോ ഒക്കെ ബ്രിട്ടീഷ് പ്രസിഡൻസി ആയിട്ട് ജനങ്ങളോ രാജാക്കന്മാരോ എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറെല്ലാം റദ്ദായി. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം റദ്ദായി പോയി. അപ്പോൾ 1947 കരാറില്ല. അതിനുശേഷം സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നു 1956. ആ ആക്ട് പ്രകാരവും ഈ കരാറ് റദ്ദായി പോയതാണ്. അതിനുശേഷം തമിഴ്നാട് ഒരുപാട് ശ്രമിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടംതാണു പിള്ള സമ്മതിച്ചില്ല കരാർ പുതുക്കാൻ, മുഖ്യമന്ത്രിയായിരുന്ന. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടും സമ്മതിച്ചിട്ടില്ല. കാരണം ഈ കരാറ് കേരളത്തെ ഒരു വിറ്റ കരാറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജലസ്രോതസ്സാണ്, അറബിക്കടലിൽ പതിക്കേണ്ട വെള്ളമാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് പോയത്. അപ്പോൾ അത്തരമൊരു കരാറ് പുതുക്കി കൊടുക്കാനായിട്ട് അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? 1970 C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ കരാറ് പുതുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാരാജാവ് വിഷമത്തോടെ ഒപ്പിട്ട ഒരു കരാറ്. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിമാരായിരുന്നവർ പുതുക്കി കൊടുക്കാൻ വിസമ്മതിച്ച ഒരു കരാറ് 1970 C. അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പുതുക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു 1970 CPI എന്ന് പറയുന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അത് മാത്രമല്ല, മധുരയിൽ നിന്ന് കല്യാണസുന്ദരം എന്ന് പറയുന്ന CPIയുടെ ഒരു MP എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്നും അന്വേഷിക്കണം. എന്ന് ഞാൻ പറയില്ല, അന്വേഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായേ? അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ എവിഡൻസ് വേണ്ടേ? എവിഡൻസിലാണ് ഞാൻ പറയണത്. എങ്ങനെയാണ്? അന്വേഷിച്ചാൽ എവിഡൻസ് വരും. യഥാർത്ഥത്തിൽ 1970 കാലഘട്ടത്തിൽ അച്യുതമേനോൻ എന്ന് പറയുന്ന നമ്മളൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പഴയ. ആ മുഖ്യമന്ത്രിയാണ് ഈ ഒരു കരാർ പ്രകാരം തമിഴ്നാടിന് കരണ്ട് ഉൽപ്പാദിപ്പിക്കാനും നമ്മൾ കേരളക്കാർക്ക് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നതെന്ന് തീരുമാനിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇത്തരം പലപ്പോഴും ഈ മാറി വരുന്ന രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ ഇത്തരം പല രാഷ്ട്രീയക്കാരും അവരുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛക്കനുസരിച്ചും അവരുടെ റിസ്ക് ഫ്രീ ആക്കുന്നതിനെക്കുറിച്ചൊക്കെ മാത്രം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്ന രൂപത്തിൽ മാത്രം ജനങ്ങളുടെ സാഹചര്യങ്ങളെ, ഏറ്റവും ഭീകരമായ സാഹചര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇത്രയും വലിയ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഇത്രയും വളരെ മൃദുലമായിട്ട്, വളരെ നിസ്സാരമായിട്ട് കാണാനുണ്ടായ സാഹചര്യങ്ങൾ. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പോലും ഇതിന് 50 വർഷത്തെ ശക്തിയുള്ളൂ പറഞ്ഞിട്ട്, 50 വർഷം നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ടും 100-ലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതൊരു വലിയ സംഭവമേ അല്ല എന്നുള്ള നിലയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേപ്പറ്റി NK പ്രേമചന്ദ്രന്, അതായത് 24 ന്യൂസിനോട് ഇതിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ച് പ്രഷർ ചെയ്തിട്ട്. അപ്പോൾ NK പ്രേമചന്ദ്രന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടെ നമ്മളൊന്ന് കേൾക്കാം. NK പ്രേമചന്ദ്രന് MP ആണ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നു. സത്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച്, അതിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ചൊക്കെ നിരവധി പ്രാവശ്യം നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഒടുവിൽ ഒരു ഹൈ എംപവേർഡ് കമ്മിറ്റിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ചു. കേരളത്തിന്റെ പ്രതിനിധിയും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന 5-അംഗ കമ്മിറ്റിയായിരുന്നു ഹൈ എംപവേർഡ് കമ്മിറ്റി. ആ കമ്മിറ്റി മുമ്പാകെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിനിധിയായി വന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ശ്രീ KT തോമസ് എടുത്ത നിലപാടാണ് സത്യത്തിൽ കേരളത്തിന് കനത്ത ആഘാതമുണ്ടാക്കാൻ
കനത്ത ആഘാതമുണ്ടാക്കുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ടിന് വഴിതെളിച്ചത്. എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അദ്ദേഹം പിന്നീട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, അദ്ദേഹം പുസ്തകം എഴുതി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, 100 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പവുമില്ല എന്ന് കേരളം നിയോഗിച്ച, എനിക്കറിയാം, ഞാനന്ന് മന്ത്രിയായിരുന്നു, VS ഗവൺമെന്റിന്റെ കാലയളവിൽ ഞാനും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹത്തെ ആ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്തത്, നിയോഗിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹം എടുത്ത നിലപാട് എനിക്കിപ്പോഴും അതിന്റെ കാരണത്തെ സംബന്ധിച്ചറിയാം. അദ്ദേഹം പറഞ്ഞത് റീസ്ട്രെങ്തനിങ് വർക്ക്സ് നടന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു പുതിയ ഡാമിന്റെ സ്വഭാവത്തിലേക്ക് ഈ ഡാം വന്നിട്ടുണ്ട് എന്ന നിലയിലാണ്. തമിഴ്നാടിന്റെ വാദമാണ്. ഇതാണ് സ്ഥിരമായി തമിഴ്നാട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനുശേഷം കോൺക്രീറ്റിങ്ങും സ്ട്രെങ്തനിങ്ങും ഉൾപ്പെടെയുള്ള ഒരുപാട് കേബിൾ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം സ്ട്രക്ചറൽ വർക്ക്സ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂ ഡാമിന് സമാനമായ നിലയിലേക്ക് ഡാം മാറിയെന്നും ഒരു തരത്തിലുള്ള ബലക്ഷയവും ഡാമിനില്ല എന്ന നിലയിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. 142 156 ഉയർത്തിയാൽ പോലും ഒരു തരത്തിലുള്ള പ്രശ്നവും ജലനിരപ്പ് ഉയർത്തിയാലും പ്രശ്നമില്ല എന്ന നിലയിലേക്ക് നമ്മുടെ ജനങ്ങളുടെ ദുസ്സഹമായ ജീവിതം വഴിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ജനങ്ങൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കരുത്. അതാണ് പല രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഞ്ഞ നാടകങ്ങൾ. പലപ്പോഴും ഏറ്റവും ഭീകരമായ അപകടകരമായ അവസ്ഥ അപകടം തന്നെയാണ്. നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോവണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ വയനാട് സാഹചര്യം ആവർത്തിക്കില്ലായിരുന്നു. ഒരു സത്യത്തിൽ KT തോമസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ തമിഴ്നാടിന് ഇട്ട് വാദിക്കാനും സംസാരിക്കാനും പോയ സമയത്ത് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വാക്ക് മാറി. അദ്ദേഹം തമിഴ്നാടിൻ്റെ വാദം കേട്ട് തമിഴ്നാടിൻ്റെ സൈഡിൽ നിന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളൊക്കെ സാഹചര്യം ഇതാണെന്നും തമിഴ്നാട് ഇതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് പറഞ്ഞു കൊടുത്തപ്പോഴും അവർ അത് അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു പോരുകയായിരുന്നു. സുപ്രീം കോടതിക്ക് അറിയാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചതാണ്. അത് സത്യസന്ധമായിട്ട് കണ്ടുപിടിച്ച് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിനല്ലായിരുന്നു എന്നെ നിയമിക്കാൻ പോകുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കില്ല. കേരളത്തിന് വേണ്ടി വാദിക്കണമെന്നുണ്ടെങ്കിൽ കേരളം കാശ് കൊടുത്ത് വക്കീലന്മാരെ വെക്കണം. ഞാൻ കേരളത്തിൻ്റെ ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. അത് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയന് നമ്മൾ വില കൊടുക്കുക. മനസ്സിലായി? അവർ പറഞ്ഞത് ഈ ഡാം വളരെ വളരെ നാളത്തേക്കൂടെ ഇനി ഇതുപോലെ നിർത്താൻ പറ്റും, ഈ ശാക്തീകരണ പ്രക്രിയ മതി. അത് പണ്ടില്ലാത്തൊരു കാര്യമാണ്, ഇപ്പോഴതുണ്ട്. അപ്പോൾ പല സ്ട്രക്ചേഴ്സും നിർത്തുന്നത് പൊളിച്ചു കളഞ്ഞ് വേറെ പണിതല്ല, അത് ഈ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇപ്പോഴത്തെ. രണ്ടാമത് കേരളത്തിൻ്റെ നിലപാട് എന്നതാ, ഡാം സുരക്ഷിതമല്ലെന്നോ. അങ്ങനെ ഒരു കേരളത്തിന് എന്തിനാ ഒരു നിലപാടുണ്ടാക്കുന്നത്? സുരക്ഷിതമാണെങ്കിൽ സുരക്ഷിതമാണെന്ന്. സത്യത്തിൽ KT തോമസ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെയായിരുന്നു നിൽക്കേണ്ടത്, ഈ കേരളത്തിൻ്റെ ജനങ്ങളുടെ കൂടെ. മുല്ലപ്പെരിയാർ വിഷയം ഇത്രയൊക്കെ സിമ്പിളാക്കി മാറ്റുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിനും വേണ്ടിയിട്ട്, സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീകരമായ സാഹചര്യങ്ങളും അവസ്ഥകളും മറച്ചു വെക്കുന്നിടത്തോളം കാലം വലിയ പ്രതീക്ഷകളൊക്കെയാണ്. കാരണം ഓരോ മനുഷ്യർക്കും സമൂഹത്തിൽ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ട് വലിയ സ്വപ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം ഇല്ലാതെയായി മാറുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരെ ചെയ്യുന്ന ഏറ്റവും നീചമായ കാര്യം ഇത് തന്നെയാണ്. പക്ഷേ റസൽസ് ജോയ് എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റ്, ആ ഒരു അഭിഭാഷകന് ഇതിന് പുറകിൽ അതിശക്തമായിട്ടുണ്ട്. ഏതായാലും റസൽസ് ജോയ് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ പണ്ട് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന മിസ്റ്റർ ബോബ്ഡെ അവിടെ ഒരു രേഖ എടുത്ത് കാണിച്ചു. കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രേഖയാണ്. ഈ രേഖയിൽ പറയുന്നത് മുല്ലപ്പെരിയാർ റിവർ ഈസ് ആൻ ഇന്റർസ്റ്റേറ്റ് റിവർ എന്നാണ്. എങ്ങനെ? അന്തർ സംസ്ഥാന നദി. എങ്ങനെ? കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദി എങ്ങനെ തമിഴ്നാട്ടുകാരന്റെ കൂടി സ്വന്തമായി ഇന്റർസ്റ്റേറ്റ് ആവണത്? അത് കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന രേഖ വെച്ചിട്ട് അവർ പറയണേ. അന്ന് കേരളത്തിന്റെ വക്കീല കപിൽ സിബൽ ആയിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. കപിൽ സിബലിന് പറയാമായിരുന്നു, അത് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, ഇന്ത്യ ഗവൺമെന്റ് ഒരു സർവേ കമ്മീഷൻ വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഒരു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അത് വെക്കട്ടെ. അങ്ങനെ ഇപ്പൊ ആണെങ്കിൽ ഡിജിറ്റൽ സർവേ ആണ്, ഒരു സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു സർവേ നടത്തി ഈ നദി ആരുടെയാണെന്ന് പറയട്ടെ എന്നായിരുന്നു കേരളത്തിന്റെ വക്കീൽ പറയേണ്ടത്. മിണ്ടിയില്ല.
മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരിക്കാനാണ് പല സന്ദർഭങ്ങളിലും, ഇങ്ങനെ മിണ്ടാതിരിക്കാനാണ്. വേറൊരു സന്ദർഭം സുപ്രീം കോടതി ചോദിച്ചു, ഒരു പഴയ ഡാമിന് പകരം പുതിയ ഡാം പണിതുകൂടെ, നിങ്ങൾ ഇതിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണോ, നിങ്ങൾ എന്താണ് സന്ദർഭത്തിൽ ഉയർത്താത്തത്? ഇത് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ജഡ്ജ് എന്റെ കേസിൽ ചോദിച്ചതാണ്. അപ്പോഴും ഈ വക്കീൽ മിണ്ടിയിട്ടില്ല. അപ്പൊ മിണ്ടാതിരിക്കാനാണ് ഈ വക്കീലിന് 8 കോടി രൂപ നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കുന്നു. റസൽസ് ജോയ് പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടു അല്ലേ? ഇനി നമ്മൾ പറയൂ, ഡാം സേഫാണോ? ഡാം എത്രമാത്രം സേഫാണ്? ഒരിക്കലും സുരക്ഷിതമല്ലാത്ത, കാരണം ഡാമിൻ്റെ വശങ്ങൾ പോലും, അവിടെ ഏറ്റവും കൂടുതൽ എർത്ത് ക്യുക്കിന് പോലും സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ഈ ഡാം. കാരണം നിലവിൽ ഇപ്പോഴും ഈ ഡാം ലീക്കുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിലുള്ള ഓരോ അധികാരികളും ഉദ്യോഗസ്ഥ വർഗവും അതേപോലെ മന്ത്രിമാരൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിപ്പ പോലെയാ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൊറോണ പോലെയൊന്നുമല്ല, ഭയപ്പെടരുത്, അങ്ങനത്തെ കാര്യമല്ല. ഭയപ്പെടേണ്ടത് ഭയപ്പെടണം. അവിടുന്ന് ഈ ഒരു സമയത്ത് അവർക്ക് മാറ്റി പാർപ്പിക്കേണ്ടവർക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറാൻ അവസാന ഘട്ടത്തിൽ കഴിയാത്ത അവസ്ഥ പോലും വരുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ എന്തുകൊണ്ട് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നില്ല? ഒരു കോള് മതി സ്റ്റാലിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള ബന്ധം. പക്ഷേ ശ്രമിക്കില്ല. രാഷ്ട്രീയക്കാർ എന്നും അവരുടെ സ്വൽപ്പിത താല്പര്യങ്ങൾക്കും അവരുടെ ലാഭം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമായി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾ നിരത്തിലിറങ്ങണം എന്നാണ് ഇതിന് പറയാനുള്ളത്. പക്ഷേ ജനങ്ങൾ എത്ര നിരത്തിലിറങ്ങിയിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. കാരണം ജനങ്ങൾ ഇനി എത്ര ഇതിനെ പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങിക്കഴിഞ്ഞാലും ഗവൺമെൻറ് ഇതിൻ്റെ സത്യം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ സത്യസന്ധമായിട്ട് ഏറ്റവും വലിയ നുണ അടിച്ചേൽപ്പിക്കും. മുല്ലപ്പെരിയാർ അതിശക്തമാണെന്നും വളരെ സത്യസന്ധമായ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയായിരിക്കും ഗവൺമെൻറ് ചെയ്യുക. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന ഓരോ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത് തന്നെയാണ്. ഏതായാലും ഈ പാട്ടക്കരാറും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വലിയ കള്ളക്കളികൾ അന്ന് തന്നെ നടന്നതുകൊണ്ടാണ് ഇതൊക്കെ സാഹചര്യങ്ങൾ ഇന്നും ഈ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയം ഇനിയും നമ്മൾ ചർച്ചയാക്കാത്തിടത്തോളം കാലം ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. കേവലം ഒരു മൊബൈലും ഇൻ്റർനെറ്റും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും വന്ന് പ്രതികരിച്ചേ മതിയാവൂ. കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. നിലനിൽപ്പില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറത്ത് നമ്മളെ പ്രതീക്ഷകൾ ഒരു നിമിഷം കൊണ്ട് ലാൻഡ് സ്ലൈഡ് വയനാട് സംഭവിച്ച പോലെ നമ്മളെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകേണ്ടവരാണ് നമ്മളെ അധികാരികൾ. ഈ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ട് ഒരു രാത്രി പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതായാലും മുല്ലപ്പെരിയാർ വിഷയം നിങ്ങൾ ചർച്ചയാക്കണം. ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങണം. ഞാനും ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ ഈ ഒരു വിഷയം സൊസൈറ്റിയിലുപരി സൊസൈറ്റിയെ ഈ കാര്യം ബോധവൽക്കരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മുഖത്ത് ഈ കാര്യം സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ശക്തമായിട്ട് ധാരണയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അത്തരത്തിലൂടെയുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.